إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل إذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തഖ്വയോടുകൂടി ഉൾക്കൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തെ കണ്ണീരണിയിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരവും ഇന്നത്തെ പ്രഭാതത്തിനുമൊക്കെ നമ്മൾ സാക്ഷിയായ 242 പേരിൽ ഒരു വിമാനത്തിൽ സഞ്ചരിച്ച ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ട ഒരു വിമാന ദുരന്തം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. വിമാനം പറന്നുയരുമ്പോൾ ഒരു വലിയ യാത്രയെ ലക്ഷ്യം വെച്ചും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ചുമൊക്കെയാണ് അവരൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവുക. ആധുനിക ലോകം മനുഷ്യർക്ക് നൽകിയ ഒരുപാട് സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ പേരിൽ നമ്മൾ പലപ്പോഴും മേനി നടിക്കും. പക്ഷെ ഇത്തരം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ വീണ്ടും ബോധ്യപ്പെടുകയാണ്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മെ പല കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്.
വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് അവരുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തവരുണ്ട്. വിമാനത്തിൽ കയറി യാത്രയുടെ കൗതുകം സെൽഫിയായി പകർത്തിയെടുത്ത് കുടുംബത്തിലേക്ക് കൈമാറിയവരുണ്ട്. നൂറുകൂട്ടം സ്വപ്നങ്ങളുമായി യാത്ര പുറപ്പെട്ട മനുഷ്യർ. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മീതെ വന്ന് പതിച്ചപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മരണപ്പെട്ട ആളുകളുണ്ട്. ഉച്ചക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നവർ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ദുരന്തത്തിന് വിധേയരായി എന്ന് വാർത്തകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നാട്ടിലേക്ക് വന്ന് ജോലിയിലെ പ്രമോഷന് വേണ്ടി തന്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് ജോലിക്ക് തിരിച്ചു പോകാൻ വേണ്ടി വന്നവർ അക്കൂട്ടത്തിലുണ്ട്. അമ്മയെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ കണ്ട് തിരിച്ചു പോകാൻ വന്നവരുണ്ട്. ഒന്ന് തിരിച്ചറിയാൻ പോലും ആവാത്ത പൊള്ളിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടെയും മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം സംഭവങ്ങളൊക്കെ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് മനുഷ്യരെ ഒന്നാകെ പഠിപ്പിക്കേണ്ട ഒരാശയം പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വസിക്കാത്ത ആളുകൾ റസൂലിന് എന്താണ് അത് ചെയ്യാൻ പറ്റാത്തത്, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്തത്, ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് എന്ന നിലക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചൊരു സന്ദർഭത്തിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ആളുകൾക്ക്, മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്ന ഒരു വചനം സൂറത്ത് യൂനിസിലെ 49-ാമത്തെ വചനമായി നമുക്ക് കാണാൻ കഴിയും. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ലാ അംലികു ലിനഫ്സി ളർറൻ വലാ നഫ്അൻ ഇല്ലാ മാഷാ അല്ലാഹ്. നിങ്ങളുടെ വിഷയത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന കാര്യമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യമല്ല, എന്റെ തന്നെ കാര്യത്തിൽ, ഞാനൊരു റസൂലാണല്ലോ, എന്റെ തന്നെ കാര്യത്തിൽ എനിക്ക് എന്താണ് ഉപകാരം, എന്താണ് ഉപദ്രവം, അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ ആ വിഷയങ്ങളല്ലാതെ എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന. റസൂലായാലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായാലും അള്ളാഹുവിന്റെ ചില വിധികൾക്കപ്പുറത്ത് മനുഷ്യർ നിസ്സഹായരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. അത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും അള്ളാഹുവിന്റെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നിർവഹിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ തൗഫീഖും ബർക്കത്തും ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും. അത് പ്രവാചകന് പോലും സ്വന്തമായി ഇഷ്ടമുള്ളത് ചെയ്യാനും സ്വന്തമായി ഏതെങ്കിലും ഉപദ്രവങ്ങളെ തടുക്കാനും റസൂലായതുപോലും സാധിച്ചിരുന്നില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു കാവലുണ്ട്, ആ കാവലില്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ കണ്ടെത്തിയാൽ, എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ സെറ്റപ്പാക്കിയാൽ, ഏത് കോട്ടകൊത്തളങ്ങളിൽ നമ്മൾ ഒളിച്ചാലും, എത്ര വലിയ സംവിധാനങ്ങൾ നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ ഒക്കെ സജ്ജീകരിച്ചാലും, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മുടെ ഓരോ ദൈനംദിനമായ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ ഉമ്മത്തിനും, സമുദായത്തിനും, സമൂഹങ്ങൾക്കും അല്ലാഹു തആല ഒരജൽ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുസ്സിന് ഒരജലുണ്ട്, ഒരവധിയുണ്ട്.
ഓരോ സംവിധാനങ്ങൾക്കും ഓരോരോ അജലുണ്ട്. അതൊരു സമൂഹത്തിനുമുണ്ട്. ഇദാ ജാ അജലുഹും, ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഫലാ യസ്തഖിറൂന സഅ വലാ യസ്തഖ്ദിമൂൻ എന്ന് ഖുർആൻ പറയാണ്. അത് പിന്നെ ആ സമയത്തിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ കൃത്യവും സൂക്ഷ്മവുമായ സമയത്ത് അതിന്റെ അവധി അവസാനിക്കുമെന്നാണ്. നമ്മുടെ മരണമാവട്ടെ, പ്രിയപ്പെട്ടവരുടെ മരണമാവട്ടെ, പ്രിയപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഉപദ്രവങ്ങളാവട്ടെ, ആപത്തുകളാവട്ടെ, നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഉപകാരങ്ങളാവട്ടെ, അനുഗ്രഹങ്ങൾ, റഹ്മത്തുകളാവട്ടെ, എല്ലാം അങ്ങനെയാണ്. അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതതുപോലെ സംഭവിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു തന്ത്രം നമ്മൾ പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഈ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം ഇത് പോരാ, കുറച്ചും കൂടി ഇപ്പൊ തന്നെ അധികം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് സംഭവിച്ച ആപത്ത് അത് തട്ടിമാറ്റി കളയണം, അത് സംഭവിക്കാതിരിക്കണം, ഇതിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും കുറയണം. നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഖലാഉ കൂടി അതിൽ സംഭവിക്കുമെന്ന് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അവധി നിശ്ചയിച്ചാൽ അതിൽ നിന്നൊരു സമയം പിന്നോട്ടോ മുന്നോട്ടോ പോകുകയില്ല എന്ന് ഖുർആൻ നമ്മളെ തീർത്ത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് കണക്കുകൂട്ടും, ഒരുപാട് ആസൂത്രണം ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല എന്ന് ഓരോ ദിവസത്തെ വർത്തമാനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ബർക്കത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ തൗഫീഖിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നതാണ്. അള്ളാഹു നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അള്ളാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചില വിധികൾ നമുക്ക് അള്ളാഹു തആല തട്ടിമാറ്റി തരും, നമുക്ക് ഹൈറാക്കി തരും. ചില ആപത്തുകളിൽ അള്ളാഹു നമുക്ക് കാവലാകും. എങ്ങനെയാണത്? നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നമുക്ക് നിശ്ചയിച്ച വിധികളെ തടുത്തു നിർത്തുമെന്നാണ്. നമുക്കൊരാപത്ത് വരാൻ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട്, പടച്ചോനെ, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഠിന പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് പടച്ചോനെ എനിക്ക് കാവലാകണേ, എന്റെ ആപത്തുകളെ നീ തട്ടിമാറ്റി കളയണേ, പടച്ചോനെ എന്നെ അങ്ങനെ പരീക്ഷിക്കല്ലേ എന്നൊരു വിശ്വാസി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ആപത്തുകളെ തട്ടിമാറ്റിക്കളയുമെന്നാണ്. ഇനി അതല്ല, ഒരു മനുഷ്യൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, പല കാര്യങ്ങളുമാണ് പ്രാർത്ഥിക്കുന്നത്. ദുനിയാവിനെ കുറിച്ച് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി, റിസ്ക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരലോകം ഹൈറാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരൻ അല്ലിൽ മുഅ്മിൻ മുഅ്മിനത്ത് പ്രാർത്ഥിച്ചു എന്നതിന്റെ പുണ്യം കൊണ്ട് ചില ആളുകളുടെ ആപത്തുകളെ അല്ലാഹു തആല തട്ടിക്കളയുമെന്നാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം കുറച്ചെടുക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഏകാന്തനായിരുന്ന്, ഒറ്റയ്ക്കിരുന്ന്, ഒഴിഞ്ഞ സമയം കിട്ടി ഉള്ള സമയത്ത് നമ്മൾ പരമാവധി സമയം ഉപയോഗപ്പെടുത്തിയൊക്കെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരക്കാണ്. എന്താ തിരക്ക്? പുറത്തുപോയി വെറുതെ വടായി പറയാനാണോ തിരക്ക്? അല്ലെങ്കിൽ വെറുതെ അലക്ഷ്യമായി വേറെന്തിനെങ്കിലും സമയം കണ്ടെത്താനാണോ തിരക്ക്? എന്തിനാണ് നമ്മൾ ഓടുന്നത്? നമ്മൾ ആലോചിക്കുക. സമയമുണ്ടെങ്കിൽ ദിക്റുകൾ ചൊല്ലി ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് അവനവന്റെ ദുനിയാവും ആഖിറവും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ റബ്ബിനോട് പറഞ്ഞ് എണീറ്റ് പോകാമായിരുന്നു നമുക്ക്. പക്ഷേ നമ്മൾ വെറുതെ തിരക്ക് കൂട്ടാണോ? അതെല്ലാം കാര്യമായിട്ട് തന്നെയാണോ? നമ്മൾ ആലോചിച്ചു നോക്കുക. സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നാളെ പ്രാർത്ഥിക്കാം, സമയം ഇനിയും വരുമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടുക. അങ്ങനെ യാത്ര പുറപ്പെട്ടവരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ. നാളെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവരുടെ പ്ലാനിലുണ്ടായിരുന്നു, മറ്റന്നാൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ നീട്ടിവെച്ചും പ്ലാൻ ചെയ്തും ഒക്കെ പോയ പലരും ആ യാത്രകളിലുണ്ടാകും. അതുപോലെ തന്നെ ഒരു ജീവിതയാത്രയിലാണ് നമ്മളൊക്കെ ഉള്ളത്. കണക്ക് കൂട്ടും, നമ്മൾ ആസൂത്രണം ചെയ്യും. പക്ഷേ അതിനൊന്നും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയ സമയം നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ ആപത്തുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു തആല തട്ടിമാറ്റിക്കളയുക നമ്മുടെ സദഖകൾ കൊണ്ടാണ് എന്നാണ്. സദഖകൾ കൊണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ, നമ്മൾ നീക്കിവെച്ച നമ്മുടെ വിഭവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ജാരിയായ സദഖകൾ, പള്ളിയും മദ്രസയും ദീനിയായ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന പണമുണ്ട്. പാവപ്പെട്ടവന്റെ വിശപ്പിനും വേവലാതിക്കും സങ്കടങ്ങൾക്കും രോഗങ്ങൾക്കൊക്കെ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിവെച്ച് അതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. ചെറുതോ വലുതോ എന്നതല്ല, അത് മാറ്റിവെക്കുന്ന സദഖകൾ നമ്മുടെ ആപത്തുകളെ തട്ടിമാറ്റി കളയുമെന്നാണ്. നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കുക. നമുക്ക്
സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നിസ്സഹായമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം സ്വതക്കകൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, നമ്മുടെ ദുആകൾ നമുക്ക് തുണയായി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മളിങ്ങനെ നിസ്സഹായമായി നിൽക്കായിരിക്കും. ഭൗതികമായ ലോകത്തൊന്നും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. അല്ലാഹുവേ, നീ മാത്രം, നിനക്ക് മാത്രം സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. അവിടെ നമുക്ക് കാവലാവുക നമ്മുടെ അമൽ സാലിഹാത്തുകളാവും. ചിലപ്പോ നമ്മുടെ കണ്ണീര് തൂകിയ നമ്മുടെ പ്രാർത്ഥനകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സദഖകളായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, അത്തരം ഒരു സന്ദർഭങ്ങളെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മനുഷ്യർ ആഗ്രഹിച്ചതെല്ലാം നടക്കുമോ? ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ? അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച മനുഷ്യരുണ്ടാകുമോ? നമ്മൾ ആലോചിക്കുക. മനുഷ്യൻ പരിശ്രമിച്ചാൽ എല്ലാം നേടാൻ കഴിയും. കഠിനാധ്വാനമുണ്ട്, എല്ലാം നേടാൻ കഴിയും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അധ്വാനിക്കണം, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമുക്ക് മുന്നേറണം. പക്ഷേ എല്ലാം സാധ്യമായി കൊള്ളണമെന്നില്ല. ചിലതൊക്കെ ബാക്കിയാകും. എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന, എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. പ്രയാസങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന, ആഗ്രഹിച്ചാൽ നിങ്ങളെ തേടി വരുന്ന, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ലോകമാണ് പ്രധാനം. അത് പ്രതീക്ഷിക്കാതെ, അവിടേക്കൊന്നും കരുതി വെക്കാതെ, ഈ ദുനിയാവ് മാത്രം മനസ്സിൽ കണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കരുത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ മരണം നമുക്ക് സംഭവിക്കും. നമ്മളാരും വേണ്ടാന്ന് വിചാരിച്ചാലും ഒരു ദിവസം നമ്മൾ അതിന് സാക്ഷിയാകും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യം. മരിക്കുമെന്നത് ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ പിറന്നു വീണിട്ടുണ്ടാവില്ല. ഭൂമിയിൽ പിറന്നോ മരണം ഉറപ്പാണ് എന്ന് നമുക്കറിയാം. പക്ഷേ മരിക്കുമ്പോൾ ആളുകൾ പറയും അപ്രതീക്ഷിതമായിരുന്നു, പെട്ടെന്നായിരുന്നു, നിമിഷ നേരം കൊണ്ടായിരുന്നു, എത്ര പെട്ടെന്നാണ് അയാൾക്ക് മരണം വന്നത് എന്നതൊക്കെ പറയും. ആളുകൾക്ക് അതൊക്കെ പറയാൻ സമയമുണ്ടാകും. പക്ഷേ അവിശ്വസനീയമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും മരണം സംഭവിക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്, ഉറപ്പായും സംഭവിക്കും. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിലാണ് നമ്മുടെയൊക്കെ മരണം സംഭവിക്കുക. ഇങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കിടക്കുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനിടയിലും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സെന്തൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, ചില കാഴ്ചകൾ കണ്ടുപോകണം എന്നാഗ്രഹിക്കും, ചിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കും. എന്ത് മരിക്കുമെന്ന് ഉറപ്പായി കിടക്കണ മനുഷ്യർ പോലും അങ്ങനെ ആഗ്രഹിക്കുമെന്നാണ്. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു എന്ന് അയാളുടെ മനസ്സ് പറയും. ആയുസ്സൊന്ന് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എനിക്കതുകൂടി ചെയ്യാമായിരുന്നു എന്നാഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ 100 സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചാൽ പടച്ചറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് ബാക്കിയുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഖുർആൻ പറഞ്ഞു, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്ന സൂറത്താണല്ലോ. അതിലല്ല പറയാണ്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നല്ലതായി ബാക്കിയാകുന്ന കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം, അത് തുടർന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതുണ്ടാകും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിയാകും. അതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. അതാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്ന് ഖുർആൻ പറയാണ്. അത്തരം കർമ്മങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇത്തരം ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങൾ മാത്രമായിരിക്കും എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? നമ്മൾ മക്കൾക്ക് ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു. എല്ലാം ഖൈർ തന്നെയാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ, അവരുടെ മക്കൾ ദുനിയാവിൽ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അവരുടെ മക്കൾ, നമ്മുടെ മക്കൾ പരലോകത്തേക്ക് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? ചെയ്യുമോ എന്ന് നമ്മൾ ആലോചിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പൂർണ്ണമായി ജീവിക്കണ മനുഷ്യരുണ്ട്. അവനവനെ തന്നെ മറന്ന് ജീവിക്കുന്നവർ, അവനവനെ തന്നെ മറന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും പിശിക്ക് പിടിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവന്റെ ആരോഗ്യത്തിനും അവന്റെ സ്വപ്നങ്ങൾക്കും നിറം പകരാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അയാൾക്ക് വേണ്ടി അയാൾ ജീവിച്ചിട്ടുണ്ടാവില്ല. ഈ മക്കൾ ദുനിയാവിൽ അയാൾക്ക് ഗുണം ചെയ്യുമോ? അതിനുള്ള പണി അയാൾ ചെയ്തിട്ടുണ്ടോ?
ആഖിറത്തിലേക്ക് അയാളുടെ മക്കൾ ഗുണം ചെയ്യുന്ന പണി അയാൾ ചെയ്തിട്ടുണ്ടോ? ചെയ്താൽ ഗുണമുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കൾ കാരണം പരലോകത്ത് ദറജ ഉയർത്തപ്പെടുന്ന ചില മനുഷ്യരുണ്ട് എന്നാണ്. മക്കൾ കാരണം പരലോകത്ത് ദറജ ഉയർത്തപ്പെടുന്ന മനുഷ്യരുണ്ട്. ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂൽ അന്നാ ഹാദാ ഫയുഖാൽ ബി ഇസ്തിഗ്ഫാരി വലദിക ലക എന്നാണ്. ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിലെത്തിയപ്പോ അല്ലാഹ് പറഞ്ഞു, ഇതേ ഈ പദവികളൊക്കെ, ഈ ദറജകൾ, ഈ നിഅമത്തുകൾ, ഈ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിന്റെ ഈ സുഖാസ്വാദനങ്ങളൊക്കെ നിനക്കുള്ളതാണ് എന്നാണ്. എന്തിനാണ് റബ്ബേ അത്? എങ്ങനെ അത് കിട്ടിയെന്ന് ആ മനുഷ്യൻ ചോദിക്കും. അന്നാഹാദ, ഇത് എങ്ങനെ കിട്ടി, എങ്ങനെ സംഭവിച്ചു എന്ന്. ഫയുഖാൽ, അയാളോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ, നിന്റെ മകൻ, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചതിന്റെ പ്രതിഫലമാണത് എന്ന് പറയുമെന്നാണ്. അങ്ങനെയുള്ള മക്കളെ നമുക്ക് മാറാൻ കഴിയണം. പാപ്പമാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണമുണ്ട അവസ്ഥയുണ്ടാവും. നമ്മളാലും സ്വതക്ക ജാരിയ, ഞാൻ പറഞ്ഞു, ഇൽമ്, നല്ല അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തുൻസാലിഹ്, നല്ല മക്കൾ, നമ്മളെപ്പോഴും കേൾക്കുന്ന വചനാണ്. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാക്കി, നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള അമലുകളാക്കി മാറ്റാൻ നമ്മൾ എന്ത് പണിയെടുത്തു എന്ന് നമ്മൾ ആലോചിക്കുക. മരണത്തിന് മുമ്പ് മക്കളെ അവരെയും നമ്മുടെയും ഒക്കെ പരലോകത്തിന് ഗുണപരമായ രീതിയിലാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. മക്കൾ മതം പഠിച്ചാൽ മതിയോ? മതം പഠിച്ചാൽ മതിയോ? ചില ആൾക്കാർ ചോദിക്കുക, ദുനിയാവ് വേണം, ആരാണ് വേണ്ടെന്ന് പറഞ്ഞത്? പക്ഷേ മതവും കൂടി അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ ദുനിയാവിൽ എന്താണ് അവർക്ക് ബാക്കിയാവുക? നമുക്കെന്താണ് ബാക്കിയാവുക? നമ്മൾ ആലോചിക്കേണ്ടത്. ചില ആൾക്കാർ മക്കൾ മാത്രം മതം പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഭാര്യ മാത്രം ഖുർആൻ പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവരും, മക്കളും കുടുംബവും മാത്രം ഖുർആനും നബിജീവിതവും ഇസ്ലാമും ദീനൊക്കെ പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവർ, ചില കുടുംബങ്ങളിൽ ഭർത്താവ് മാത്രം ദീൻ പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന ഭാര്യമാരും മക്കളുമൊക്കെയുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് ബാക്കിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം. ദീനിയായ കാര്യങ്ങൾ പഠിക്കണം. നാം ഒരു വാഹനത്തിൽ കയറുന്നു, വാഹനം നമ്മൾ ഓടിക്കുന്നു, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. അങ്ങനെ ആ വിമാനത്തിൽ കയറിയ പൈലറ്റും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, ഇത് ലക്ഷ്യസ്ഥാനത്ത് ഇന്ന സമയത്തെത്തും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഈ വണ്ടി എപ്പോ ഇന്ന സ്ഥലത്തെത്തും. പക്ഷെ എത്തുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മൾ കയറുന്നത്. നമ്മൾ വാഹനം ഓടിക്കുന്നു, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണോ? അല്ല. ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ നമ്മൾ കേൾക്കുമായിരുന്നില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൺട്രോളിലാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്നില്ല എന്നതാണ്. റസൂൽ പഠിപ്പിച്ചു, നിങ്ങൾ വാഹനത്തിൽ കയറുക, വാഹനം നിങ്ങളുടെ കൺട്രോളിലല്ല. ബിസ്മി ചൊല്ലി നിങ്ങൾ കയറണം. ബിസ്മില്ലാ വൽഹംദുലില്ലാ, അല്ലാഹുവേ ഈ വാഹനം സൗകര്യപ്പെടുത്തി തന്നതിന് നിനക്ക് നന്ദിയുണ്ട്, സ്തുതിയുണ്ട്, അൽഹംദ് പറയണം. വാഹനം ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര മനുഷ്യരില്ലേ? സൈക്കിളിൽ പോകുന്ന മനുഷ്യൻ വിചാരിക്കും ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ, നടന്നു പോകുന്ന വിചാരിക്കും ഒരു സൈക്കിൾ കിട്ടിയാൽ മതി. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. വാഹനം ഒരു വലിയ നിഅമത്താണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. പടച്ചോനെ, നീ എത്ര പരിശുദ്ധനാണ്, ഈ വാഹനത്തെ എനിക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ കൺട്രോളിലാക്കി തന്നത്. ഇതെപ്പോഴും കൺട്രോൾ കൂടാ, പക്ഷെ ഇപ്പോൾ ഈ കൺട്രോൾ ഇപ്പോഴും നിന്റെ കാവല് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. പടച്ചോനെ, ഈ വാഹനത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അത് വിജയമാക്കി തന്നതിന്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, നാളെ ഞങ്ങളെല്ലാവരും നിന്റെ അടുത്തേക്ക് വരേണ്ടവരാണ്, നിന്നെ കണ്ടുമുട്ടേണ്ടവരാണ്. വാഹനത്തിൽ കയറുമ്പോൾ ഒരു മരണബോധം ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഏത് യാത്രയിലായാലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്.
എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകാൻ നമ്മളെ പഠിപ്പിക്കാൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറു വത്തഖ്വ. പടച്ചോനെ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് നന്മകൾ തരണേ, പുണ്യം തരണേ. തഖ്വ, പടച്ചോനെ നിന്നെ പേടി എപ്പോഴും ഓർമ്മ ഉണ്ടാകണം. നിന്നോടുള്ള ഭയം, സൂക്ഷ്മത ഞങ്ങളുടെ യാത്രയിലൂടെ നീളം നീ നിർത്തിത്തരണേ, നിലനിർത്തിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ. പടച്ചോനെ, ഈ യാത്രയിൽ നീയാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ആ മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹിനെ മറന്ന് ഒരു യാത്ര പോവുക? അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ. പടച്ചോനെ, ഈ യാത്രയിൽ നീയാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ. ഞാൻ യാത്ര പോരുമ്പോ എന്റെ വീട്ടിൽ വേറെ ആരുമില്ല. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. ഞാൻ എന്റെ വീടും എന്റെ കുടുംബവും എന്നെ കാവലേൽപ്പിച്ചിട്ടാണ് യാത്ര പോരുന്നത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. പടച്ചോനെ, അവിടെ നീ കാവലാകണം എന്ന് യാത്ര പുറപ്പെടുന്ന ഒരാൾ പ്രാർത്ഥിക്കാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ. യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് നീ എനിക്ക് കാവലാകണേ എന്നാണ്. വകആബത്തുൽ മൻദർ. ദുഃഖകരമായ മോശമായ കാഴ്ചകളൊന്നും ഈ യാത്രയിൽ എന്നെ നീ അനുഭവിപ്പിക്കല്ലേ എന്ന് പറയാണ്. വസൂഇൽ മുൻഖലിബ് ഫിൽ മാലി വൽ അഹ്ൽ. എന്റെ കുടുംബത്തിലേക്ക് ഈ യാത്ര കൊണ്ട് മോശമായതൊന്നും തിരിച്ചു വരാതിരിക്കാൻ നീ കാവലാകണേ എന്നാണ്. മോശമായ ഒരു സമ്പത്തും എന്റെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നീ കാവലാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. നമ്മളുടെ വാഹനങ്ങൾ പുറപ്പെടുമ്പോൾ നമുക്ക് ഈ ഒരു ബോധമാണ്, പടച്ചോനെ കുറിച്ചുള്ള ബോധം. ഈ വാഹനം എങ്ങനെ കിട്ടി എന്ന ബോധം. അള്ളാഹുവിനെ മറന്നൊന്നും ഈ യാത്രയിൽ ഉണ്ടാകില്ല എന്ന ബോധം. അള്ളാഹുവെ, നിന്നിൽ തവക്കുലാക്കി, നിന്നിൽ ഭരമേൽപ്പിച്ച്, എല്ലാം നിന്നിൽ ഏൽപ്പിച്ച് ഞാൻ ഈ യാത്ര പുറപ്പെടുന്നു എന്ന ബോധം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് എങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നതാണ്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവനവന്റെ ദുനിയാവിനും അവനവന്റെ ആഖിറത്തിനും വേണ്ടി, ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി, ദീനിയായ പഠനം നടത്തുന്നതിനൊക്കെ വേണ്ടി നമ്മൾ അവനവന് വേണ്ടി തന്നെ സമയം കണ്ടെത്തണം. മരിക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പരലോകത്തേക്ക് വേണ്ടി, ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ബാക്കിയുണ്ടാവുക എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്ലാൻ ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പെരുന്നാൾ ഭംഗിയായി അവസാനിച്ചു. നമ്മുടെ ഈദ് നമസ്കാരവും അതുപോലെ തന്നെ ഉളുഹിയ്യത്തുകളുമൊക്കെ ഭംഗിയായി അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നമസ്കാരവും, ഇബാദത്തുകളും, ഫർദും സുന്നത്തും, നമ്മുടെ സ്വതക്കകളും, നമ്മുടെ ഉളുഹിയ്യത്തും, നമ്മുടെ അടുക്കൽ നിന്ന് ഹജ്ജിനുമൊക്കെ ഉംറക്കുമൊക്കെ പുറപ്പെട്ട പ്രിയപ്പെട്ടവരുടെ കർമ്മങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉളുഹിയ്യത്ത് കർമ്മത്തിലും അനുബന്ധ കാര്യങ്ങളുമൊക്കെ സഹകരിച്ച, സഹായിച്ച, സേവനം ചെയ്ത ഒരുപാട് നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കാരണവന്മാരും നമ്മുടെ യുവാക്കളും നമ്മുടെ കൗമാരക്കാരും കുട്ടികളും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്ത് മരണപ്പെട്ട പാർവൽ ഇച്ചാഖ് എന്നവരുടെ മരണവാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതം അല്ലാഹു ഖൈറാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ നന്മകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പോരായ്മകൾ പുറത്തു കൊടുത്ത് അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയുമൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ
വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും കണിശമായ വിചാരണകളിൽ നിന്നും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രകളിലും നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾ കാരണം, അനാരോഗ്യം കാരണം ആശുപത്രിയിലെ ചികിത്സ ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ചികിത്സയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിൽ പ്രിയപ്പെട്ട പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അനാരോഗ്യത്തെ നീ ആരോഗ്യമാക്കി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇറാനിൽ ഇസ്രായേലിൽ പുതിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ അവരനുഭവിപ്പിക്കുന്ന കെടുതികളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ, ഇസ്രായേലിന്റെ കുതന്ത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ആത്യന്തിക വിജയം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ബൈത്തുൽ മുഖദ്ദസിന് അനുഗ്രഹം നീ ചൊരിയണ റഹ്മാനെ. ഫലസ്തീനിലെ പ്രിയപ്പെട്ടവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.